തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 9-10 സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയാണ്, പരസ്പര സ്നേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് അധികം പറയേണ്ടതില്ല, കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അല്ലെ, ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണമെന്ന്. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്, തീർച്ചയായും മക്കദോനിയ മുഴുവനിലുമുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർത്തിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു എന്നിട്ട് പറയാണ്. എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു, സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ. പൗലോസ് പറയാണ്, നിങ്ങൾ സ്നേഹത്തിൽ ഉത്തരോത്തരം സ്നേഹത്തിൽ വളരുവിൻ, വർദ്ധിക്കുവിൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? വിവാഹം കഴിഞ്ഞവരോടാണ് ആദ്യത്തെ ചോദ്യം. വിവാഹം കഴിഞ്ഞിട്ട് 5-10 വർഷമൊക്കെ ആയി കാണും, 15-20 ആയി കാണും, ജൂബിലി ആഘോഷിച്ചവർ ഇതിനകത്തുണ്ടാകും. പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ ഓരോ ദിവസവും വളരുവിൻ. ഈ കാലത്തെക്കാളും സ്നേഹത്തിൽ ഞങ്ങളുടെ സ്നേഹം വളർന്നു, ദാമ്പത്യ സ്നേഹത്തിൽ വളർന്നു പന്തലിച്ചു എന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് തിരുപ്പുണ്ട്? സ്നേഹത്തിൽ വളരാനാണ് പൗലോസിന്റെ സ്നേഹത്തിൽ. ചില കാര്യങ്ങൾ വളരാതിരുന്നാലുണ്ടല്ലോ, ആത്മീയ നന്മകളുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാതിരുന്നാൽ നമ്മൾ പറയില്ല, 2 സ്റ്റെപ്പ് താഴോട്ട് പോകുന്ന പോലെ. ചീരയുടെ വിത്തിട്ടു, ചീരയുടെ വിത്ത് കൊണ്ടുപോയിട്ടു. നമ്മൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ ചീരയുടെ വിത്തുകളൊക്കെ നന്ന് ഇളക്കി മെനയാക്കിയിട്ടായിരിക്കും ഇട്ടത്. ഇതിൻ്റെയൊക്കെ വിത്ത് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന എന്നാന്നറിയാമോ? ഒന്നും ചെയ്തില്ലെങ്കിൽ വിത്തിന്റെ മീതയായിരിക്കും ചിലപ്പോ കള നിൽക്കുന്നത്. കുറച്ചു നാൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീരയുടെ മീതയായിരിക്കും കാട് നിൽക്കുന്നത്. അത് പിന്നെ ഈ കാട്ടിനിടയിൽ പോയി കയറി ചീര പറിക്കേണ്ടി വരും. അവിടെ ഉണ്ടാകുമല്ലോ മര്യാദയ്ക്ക്. അപ്പൊ നമ്മൾ കള നട്ടതല്ല, കളയ്ക്കല്ല നമ്മൾ വളമിട്ടത്. പക്ഷെ യഥാസമയം കള പറിച്ചു മാറ്റുന്നില്ല എങ്കിൽ നല്ല വിത്ത് വിതച്ചാലും അത് അതിന്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കില്ല. എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിൽ നമ്മൾ വളരുന്നില്ല എങ്കിൽ, സ്നേഹം വളരേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മളിൽ സ്നേഹത്തിന് വിപരീതമായ കളകൾ വളരാനുള്ള സാധ്യതയുണ്ട്. ഇത് അപകടകരമായ സാധ്യതയാണ്. സ്നേഹത്തിൽ ഓരോ ദിവസം വളരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ തല്ലുകൂടാൻ തുടങ്ങാം. മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. നമ്മളിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നതിന് ഈ സ്നേഹം തണുത്തുപോകും. എന്ന് പറഞ്ഞാൽ കളകൾ വളരാൻ തുടങ്ങുമ്പോൾ സ്നേഹം പയ്യെ താണുപോകാൻ തുടങ്ങും, തളർന്നു പോകാൻ തുടങ്ങും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തിൽ അനുദിനം വളരാനായിട്ടുള്ള പരിശ്രമം നടത്തണം. ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇന്നലെ സ്നേഹിച്ചതുപോലെ ആയിരിക്കരുത് ഇന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത്. അത് പൗലോസ് പറയുന്നത്. ഇന്നലെക്കാളും ഒരു അല്പം കൂടി സ്നേഹം കൊടുത്ത് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ഞാൻ അല്പമെങ്കിലും വളർച്ച പ്രാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളരാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപകടകരമായ അവസ്ഥകളിലേക്ക് പോകും. സ്നേഹം വളരുമല്ലേണ്ട, സ്നേഹം വളർത്തണം.